ഹായ് നമസ്കാരം. ഞാൻ ഡോക്ടർ സാരിക ജയചന്ദ്രൻ. ഹെയർ പാക്ക് ഇട്ടിട്ടും അല്ലെങ്കിൽ ഹെയർ ഓയിലിംഗ് ചെയ്തിട്ടും മസാജ് ചെയ്തിട്ടും ഡയറ്റ് നോക്കിയിട്ടൊന്നും മുടി കൊഴിച്ചിൽ മാറുന്നില്ല ഡോക്ടറെ, അല്ലെങ്കിൽ മുടി വളരുന്നില്ല, എല്ലാ മുടിയും കൊഴിഞ്ഞു പോവുകയാണ് എന്നൊക്കെ പറയുന്നവര് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിറ്റാമിൻ ഡെഫിഷ്യൻസീസ് കാണും. അപ്പൊ നമ്മൾ എന്തൊക്കെ ഹെയർ പാക്ക് യൂസ് ചെയ്യണം, മുടി എങ്ങനെ കെയർ ചെയ്യണം, എന്ത് ഓയിൽ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ മുടി എങ്ങനെ വാഷ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കഴിക്കേണ്ട ഫുഡ് ഏതൊക്കെയാണ്, ജ്യൂസ് ഏതൊക്കെ കഴിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ്. അപ്പൊ ഞാൻ അതിന്റെ വീഡിയോന്റെ ലിങ്ക് താഴെ കൊടുക്കാം, വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇതൊന്നും ചെയ്തിട്ടും നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ മാറുന്നില്ല, മുടി വളരുന്നില്ല എങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വിറ്റാമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സ്കിന്നിനാണെങ്കിൽ പോലും അല്ലെങ്കിൽ പലതരത്തിലുള്ള രോഗങ്ങൾക്കാണെങ്കിൽ പോലും നമ്മൾ വിറ്റാമിൻ സപ്ലിമെന്റ്സ് എടുക്കലുണ്ട്. അതുപോലെയാണ് നമ്മുടെ ഹെയറിന്റെ കാര്യത്തിലും. ഹെയറിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും അതിനൊരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ മാറുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ വിറ്റാമിൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഏതെങ്കിലും വിറ്റാമിൻസ് ഒക്കെ കുറവുണ്ട് എങ്കിൽ അതുമൂലവും നമുക്ക് ഈ മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് കാണും. അപ്പം ഏതൊക്കെ വിറ്റാമിൻസ് ആണ് നമ്മുടെ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നത് എന്ന് നോക്കാം. അതുപോലെ തന്നെ എന്തൊക്കെ ഭക്ഷണത്തിലൂടെ നിങ്ങൾക്ക് ഈ വിറ്റാമിൻസ് കിട്ടുമെന്നും കൂടി നോക്കാം. അപ്പൊ ഭക്ഷണത്തിലൂടെ കിട്ടാത്തത് മാത്രം നമുക്ക് സപ്ലിമെന്റ്സ് എടുത്താൽ മതിയല്ലോ. അപ്പൊ മുടിയുടെ വളർച്ചയ്ക്കും മുടി കട്ടിയിൽ വളരണമെങ്കിൽ, മുടിക്ക് ഈ ഒരു സിൽക്കി സ്മൂത്ത് അപ്പിയറൻസ് കിട്ടണമെങ്കിൽ, മുടിക്കായ അല്ലെങ്കിൽ മുടി കെട്ടുവരിക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ലൊരു ഗ്രോത്ത് കിട്ടണമെങ്കിൽ കുറച്ച് വിറ്റാമിൻസ് ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ ആവശ്യമുള്ള വിറ്റാമിൻസിൽ ആദ്യത്തെ വിറ്റാമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ ഡി ആണ്. നിങ്ങൾക്കറിയാം വിറ്റാമിൻ ഡി നമുക്ക് എത്രത്തോളം ആവശ്യമാണെന്നുള്ളത്. ഓൾറെഡി നമ്മൾ അതിനും വീഡിയോ ഇട്ടിട്ടുണ്ട്. വിറ്റാമിൻ ഡി എങ്ങനെ കഴിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണം കഴിച്ചാലാണ് വിറ്റാമിൻ ഡി കിട്ടുക, അതുപോലെ തന്നെ ആർക്കൊക്കെ സപ്ലിമെന്റ്സ് എടുക്കണം, കൂടാണ്ട് വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്ന സിംറ്റംസ് എന്താണ്, അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കാം. ഇനി വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ മന്ത്ലി നമുക്ക് നമ്മുടെ ഹെയറിന് ഒരു ഗ്രോത്ത് ഉണ്ടാവും. അതായത് 0.5 തൊട്ടിട്ട് 1.75 സെന്റിമീറ്റർ വരെയാണ് നമുക്ക് മന്ത്ലി ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക നോർമൽ ആയിട്ടുള്ള ആൾക്കാരിൽ. അപ്പൊ ഈ ഗ്രോത്ത് ത്വരിതപ്പെടുത്താനും അല്ലെങ്കിൽ ഈ ഒരു ഗ്രോത്ത് എല്ലാ മന്ത്ലി ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? വിറ്റാമിൻ ഡി ആവശ്യത്തിന് നിങ്ങളുടെ ശരീരത്തിൽ വേണം. അതുപോലെ മുടി കൊഴിയുന്നവർക്കാണെങ്കിലും വിറ്റാമിൻ ഡി കുറവ് കാണിക്കാം. ഈ വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ ഉണ്ടാവും. അതായത് നമ്മൾ തൊട്ടാൽ തന്നെ നമ്മുടെ മുടി കടയോടെ ഊരി വരുന്നത് കാണാം. കൂടാണ്ട് നമ്മുടെ മുടിന്റെ ഫോളിക്കിളിന്റെ സ്ട്രെങ്ത് എല്ലാം കുറയും, അത് പെട്ടെന്ന് ഊരി പോവാൻ വേണ്ടിയിട്ട് കാരണമാവുകയും ചെയ്യും. അപ്പൊ വിറ്റാമിൻ ഡി നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യന് വേണ്ടത് 600 ഇന്റർനാഷണൽ യൂണിറ്റ് ആണ്. ഇനി പ്രഗ്നന്റ് ലേഡീസിനാണെങ്കിൽ അത് 700 ഇന്റർനാഷണൽ യൂണിറ്റ് വരെ വേണം. നമുക്കറിയാം വിറ്റാമിൻ ഡി ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുക സൂര്യപ്രകാശത്തിൽ നിന്നാണ്. നമ്മൾ എന്തൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ആ വിറ്റാമിൻ ഡി കിട്ടുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷെ സൂര്യപ്രകാശം നമ്മൾ ഒരു 5-10 മിനിറ്റ് ദിവസവും സൺലൈറ്റ് ഏൽക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വിറ്റാമിൻ ഡി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി വിറ്റാമിൻ ഡി കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളാണ് ഒന്ന് കൂൺ, അതുപോലെ തന്നെ മുട്ട, ഇറച്ചി, പാല്, മീന്. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വിറ്റാമിൻ ഡി കിട്ടും. എങ്കിൽ പോലും വിറ്റാമിൻ ഡി കൂടുതലായിട്ട് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ സൺലൈറ്റ് കൊള്ളുക, അല്ല എങ്കിൽ സപ്ലിമെന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. സപ്ലിമെന്റ്സ് എടുക്കുന്നവര് ഒരിക്കലും സ്വയം ഡയഗ്നോസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്, അല്ലെങ്കിൽ ഫാർമസിയിൽ പോയി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നിങ്ങൾ ഓൾറെഡി ലാബ് ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ കണ്ട് അവർ നിർദ്ദേശിക്കുന്ന യൂണിറ്റിൽ മാത്രം സപ്ലിമെന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി അടുത്ത വിറ്റാമിൻ ആണ് ബി കോംപ്ലക്സ് വിറ്റാമിൻസ്. അതായത് B1, B2, B3, B5, B7, B12 ഇത്രയും വിറ്റാമിൻസ്. ഈ വിറ്റാമിൻസിൽ B7ഉം B12ഉമാണ് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിറ്റാമിനുകൾ. അപ്പൊ ഇതില് B12 എന്ന് പറയുന്ന കൊബാലമിൻ ആണ്. നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു B12 കുറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്ന ലക്ഷണങ്ങളൊക്കെ. അപ്പൊ അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് നമ്മുടെ മുടി കൊഴിച്ചില്, അല്ലെങ്കിൽ മുടി തിന്നിങ് ഉണ്ടാവുക, നമ്മുടെ കട്ടി കുറഞ്ഞ് നേർത്തതായിട്ട് മുടി വരാം. അപ്പൊ B12 കൂടുതലായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ പാല്, മുട്ട, ഇറച്ചി, അതുപോലെ കൂണ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി B7 ആണ് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിറ്റാമിൻ, അതായത് ബയോട്ടിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് ബയോട്ടിൻ അത്യാവശ്യമാണ്. ഈ പറയുന്ന ഈ ബയോട്ടിൻ ആണ് B7 വിറ്റാമിൻ. ഇപ്പൊ B7 കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ശരീരത്തില്ല എങ്കിൽ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ അമിതമായിട്ടുണ്ടാവും. നിങ്ങളുടെ ഒരു മുടിക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴാണോ നമ്മൾ വെട്ടിയത് അതികവിഞ്ഞ് ഒരു മുടി വളർച്ച നിങ്ങൾക്ക് ഉണ്ടാവില്ല. മുടിയുടെ ഗ്രോത്ത് അവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കും. അതുപോലെ ന്യൂ ഹെയർസ് ഉണ്ടാവില്ല, ബേബി ഹെയർസ് ഒന്നും ഉണ്ടാവില്ല.
കൂടാണ്ട് തന്നെ ഫീമെയിൽസിൽ ഈ B7 കുറഞ്ഞാലാണ് കൂടുതലായിട്ട് മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുക. ഫീമെയിൽസിന് മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുന്നതിന്റെ ഒരു പ്രധാന കാരണം B7 കുറയുന്നതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ B7 കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോർമോൺസ് ഒന്നും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യില്ല, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും, അതുമൂലം മുടി കൊഴിച്ചിൽ കൂടുതലായിരിക്കും. അപ്പൊ ഈ B7 കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബയോട്ടിൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളാണ് പാല്, മുട്ട, ഇറച്ചി, മീൻ, മധുരക്കിഴങ്ങ്, നട്ട്സ്, ബീഫിന്റെ കരള്, ഓർഗൻ മീറ്റ്സ്, ഇതൊക്കെ B7 റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അപ്പൊ ബയോട്ടിൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. ബയോട്ടിൻ കുറവുള്ളവർ എന്ത് ചെയ്യുക, സപ്ലിമെന്റ് എടുക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കാം. അടുത്തൊരു വിറ്റാമിൻ നിങ്ങൾക്ക് ഭയങ്കര പരിചയമായിട്ടുള്ള ഒരു വിറ്റാമിൻ ആയിരിക്കും വിറ്റാമിൻ ഇ. നമ്മുടെ സ്കിൻ കെയറിനും ഹെയർ കെയറിനും എക്സ്റ്റേണലി യൂസ് ചെയ്യുന്ന ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ. എനിക്ക് തോന്നുന്നു അധികം ആരും അത് ഉള്ളിൽ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ പുറത്തായിരിക്കും യൂസ് ചെയ്യാം. സ്കാൽപ്പിലൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ വിറ്റാമിൻ ഇ ഉള്ളിൽ കഴിക്കുക എന്നുള്ളത്. വിറ്റാമിൻ ഇ നമുക്ക് സ്കാൽപ്പിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഡാൻഡ്രഫ് മൂലം ഉണ്ടാവുന്ന ചൊറിച്ചില്, ഡാൻഡ്രഫ് കുറയ്ക്കാനും മുടി തിന്നിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മുടിക്ക് ഒരു ഷൈനിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ വിറ്റാമിൻ ഇ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പനിയോ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രോഗം വന്നു മാറുമ്പോൾ മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതായിട്ട് തോന്നും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും രോഗമൊക്കെ വന്നു കഴിഞ്ഞിട്ടുള്ള മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ വിറ്റാമിൻ ഇ നിങ്ങളെ സഹായിക്കും. അപ്പൊ വിറ്റാമിൻ ഇ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഒന്ന് ഒലീവ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, നട്ട്സ്, സീഡ്സ്, പംകിൻ സീഡ്സ്, അതുപോലെ സൺഫ്ലവർ സീഡ്സ്. ഇത്രയും എണ്ണത്തിൽ നമുക്ക് വിറ്റാമിൻ ഇ റിച്ച് ആണ്. അപ്പൊ ഇത്ര എണ്ണം കഴിക്കുകയാണ്, ദിവസവും നമ്മൾ ഇത് കഴിക്കുകയാണെങ്കിൽ വിറ്റാമിൻ ഇ ആവശ്യത്തിന് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവും. ഇനി അഥവാ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എങ്കിൽ ഡോക്ടറെ കണ്ട് സപ്ലിമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി അടുത്ത വിറ്റാമിൻ വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എ നമുക്കറിയാം കണ്ണിന്റെ കാഴ്ചയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിരുന്നു കണ്ണിന്റെ കാഴ്ചയ്ക്ക് വേണ്ട വിറ്റാമിനുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. അതിലെ ഫസ്റ്റ് വിറ്റാമിൻ ആണ് ഈ വിറ്റാമിൻ എ എന്ന് പറയുന്നത്. കണ്ണിന്റെ കാഴ്ചയ്ക്ക് മാത്രമല്ല മുടിക്കും വിറ്റാമിൻ എ ആവശ്യമാണ്. മുടിക്ക് എങ്ങനെയാണ് വിറ്റാമിൻ എ സഹായിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭയങ്കര സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള ഹെയർ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതിനു വേണ്ടിയിട്ട് നമ്മുടെ സ്കാൽപ്പ് തന്നെ ഒരു സെബം ഉൽപ്പാദിപ്പിക്കും. ഈ സെബത്തിന്റെ ഉൽപാദനം പ്രോപ്പർ ആയിട്ട് നടക്കണമെങ്കിൽ നമുക്ക് ഈ വിറ്റാമിൻ എ ആവശ്യമാണ്. ഈ സെബത്തിന്റെ ഉൽപാദനം പ്രോപ്പർ ആയിട്ട് നടന്നെങ്കിൽ മാത്രമേ നമ്മുടെ സ്കാൽപ്പിൽ ഒരു മോയ്സ്ചറൈസർ കണ്ടന്റ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മുടിയൊക്കെ ഈ വരണ്ടിരിക്കാണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കാണ്ട് അതിനൊക്കെ ഒരു എണ്ണമയം കൊടുത്ത് ഒരു തിളക്കമൊക്കെ ഉള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ സെബം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ വിറ്റാമിൻ എ ഉണ്ടെങ്കിൽ മാത്രമേ മുടി കൊഴിയാണ്ടും അതുപോലെ തന്നെ ഈ സെബത്തിന്റെ ഉൽപാദനത്തിനും ഇത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ വിറ്റാമിൻ എ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. സെബത്തിന്റെ ഉൽപാദനം മാത്രമല്ല മുടി കൊഴിയാണ്ടിരിക്കാനും ഈ വിറ്റാമിൻ എ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് ഒന്ന് ക്യാരറ്റ്, സ്വീറ്റ് പൊട്ടറ്റോ, അതുപോലെ ചീര, നമ്മുടെ ഇലവർഗ്ഗങ്ങളൊക്കെ വിറ്റാമിൻ എ റിച്ച് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താം. അടുത്തത് വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി ഏറ്റവും കൂടുതൽ ആൾക്കാർ കേട്ടിട്ടുള്ളത് സ്കിൻ കെയറിന്റെ കാര്യത്തിലായിരിക്കും. ഈ ഹെയർ കെയറിന്റെ കാര്യത്തിലെ വിറ്റാമിൻ സിക്ക് എന്താ പങ്ക് എന്നല്ലേ. വിറ്റാമിൻ സി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഹെയർ കട്ട പിടിക്കാണ്ട് കിടക്കുകയുള്ളൂ. അതായത് മുടിക്കായ വരാ അല്ലെങ്കിൽ മുടി വേഗത്തിൽ കട്ട പിടിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. അങ്ങനെയൊന്നും ഇല്ലാണ്ട് മുടി നല്ല വിട്ട് വിട്ട് കിടക്കണമെങ്കിൽ അത് നല്ല രീതിയിൽ കെട്ടൊന്നും പിഴറാണ്ട് മുടിക്കായൊന്നും വരാണ്ട് കിടക്കണമെങ്കിൽ നമുക്ക് വേണ്ട വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുടി സ്ട്രെങ്തൻ ആയിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് വിറ്റാമിൻ സി ആവശ്യമാണ്. അപ്പൊ വിറ്റാമിൻ സി സ്കിൻ കെയറിനായിട്ട് എടുക്കുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഹെയർ കെയറിനായിട്ടും കൂടി വിറ്റാമിൻ സി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ ഹെയറിനും അത് ഉപകാരപ്പെടും. ഇനി ഫുഡായി എടുക്കുന്നതെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി എല്ലാം കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ വിറ്റാമിൻ സി കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് നെല്ലിക്ക, ഓറഞ്ച്, സിട്രസ് ഫ്രൂട്ടുകളില്, നാരങ്ങ, അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളാണ്. അപ്പൊ ആ ഭക്ഷണ സാധനങ്ങളെല്ലാം കൂടുതലായിട്ട് കഴിക്കുക. പേരക്കയിലും ഒരുപാട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. എങ്കിലും നിങ്ങളുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള വിറ്റാമിൻ സി കിട്ടും. ഇപ്പൊ വിറ്റാമിൻ സി ഹെയർ കെയറിന് എടുത്തു കഴിഞ്ഞാലും സ്കിൻ കെയറിന് എടുത്തു കഴിഞ്ഞാലും രണ്ടും ഒരുപോലെ നിങ്ങൾക്ക് ഒരുപാട് നല്ലതാണ്. അപ്പൊ ദിവസം എന്ത് ചെയ്യാം, ഒരു വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട് എങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇത് കൂടാണ്ട് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് കുറച്ച് മിനറൽസും കൂടി ആവശ്യമാണ്. അതായത് സെലീനിയം, മഗ്നീഷ്യം, പൊട്ടാസ്യം, ഫോളേറ്റ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് മിനറൽസ് ആവശ്യമാണ്. ഈ സെലീനിയം ഒക്കെ നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ മുടി നരയ്ക്കാതിരിക്കുള്ളൂ. അതായത് അകാല നരയൊക്കെ വരുന്നവർക്ക് സെലീനിയം ഭയങ്കര കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവര് സെലീനിയം ഒക്കെ കൂടുതൽ റിച്ച് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ എടുക്കുക. പയറ്, പരിപ്പ്, കടല, പയറുവർഗ്ഗങ്ങളെല്ലാം, അതുപോലെ ഇറച്ചി, മുട്ട, പാല്, മീന്,
അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളിലൊക്കെ നമുക്ക് ഈ മിനറൽസും കാണപ്പെടും. അപ്പൊ കൂടുതലായിട്ട് എന്ത് ചെയ്യാം, കൂടുതലായിട്ട് ഈ ഭക്ഷണങ്ങളും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അത് മാത്രം പോരാ, ഒമേഗ 3 ഫാറ്റി ആസിഡും കൂടി നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഫിഷ് ഓയിൽ ഗുളികയൊക്കെ കഴിക്കുന്നവർക്ക് അത് മതി. ഇല്ല എങ്കിൽ ഫാറ്റി ഫിഷുകൾ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് മത്തി, നത്തല്, അയല അങ്ങനെയുള്ള മീനുകൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിലൊക്കെ ഒമേഗ 3 ഫാറ്റി ആസിഡിന്റെ നട്ട്സ്, സീഡ്സ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി നിങ്ങളുടെ HB കറക്റ്റ് ആണോ എന്ന് നോക്കുക. രക്തക്കുറവുള്ളവർക്ക് മുടി കൊഴിച്ചിൽ സാധാരണയായിട്ട് കാണും, ഒരുപാട് കാണുകയും ചെയ്യും. അപ്പൊ നിങ്ങളുടെ HB നോർമലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അനീമിയ മാറാൻ വേണ്ടിയിട്ട് കഴിക്കേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് കറുത്ത മുന്തിരി വെള്ളത്തിലിട്ട് കഴിക്കാം, ഡേറ്റ്സ് കഴിക്കാം, കറുത്ത മുന്തിരി ജ്യൂസ് അടിച്ച് കുടിക്കാം. അങ്ങനെ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ നമുക്ക് ഈ അനീമിയ മാറാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും. ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ അനീമിയ കോമൺ ആണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാൻ, നിങ്ങൾക്ക് HB ലെവൽ നോർമൽ ആണോ എന്ന് നോക്കാം, പീരീഡ്സ് ഒക്കെ റെഗുലർ ആണോ എന്ന് ചെക്ക് ചെയ്യാം, ഹോർമോണൽ ഇംബാലൻസ് ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക. ഈ പറഞ്ഞിരിക്കുന്ന വിറ്റാമിൻസ് ഒക്കെ, അതായത് വിറ്റാമിൻ D, A, C, B അങ്ങനെയുള്ള എല്ലാ വിറ്റാമിൻസും ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താം. ഡെഫിഷ്യൻസീസ് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്താം. അതിന്റെ കൂടെ എന്ത് ചെയ്യാം, പറഞ്ഞിട്ടുള്ള എല്ലാ ഹെയർ പാക്കുകളും, ഹെയർ മാസ്കുകളും, ഓയിലിങ്ങും, മസാജും, ഡയറ്റും, ഹെയർ എല്ലാം നല്ല രീതിയിൽ കഴുകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. വീട്ടിൽ തന്നെ നമുക്ക് ഹെയർ ഗ്രോത്തിനായിട്ടുള്ള ജ്യൂസുകൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഒന്ന് എല്ലാ ദിവസവും ഒന്ന് അടിച്ചു കുടിക്കാനൊക്കെ ശ്രദ്ധിക്കാം. എങ്കിൽ തന്നെ നമ്മുടെ ഹെയറിന്റെ ടെക്സ്ചറിനും ഗ്രോത്തിനും ഹെയർ ഫാളിനും ഡാൻഡ്രഫിനൊക്കെ ഒരുപാട് മാറ്റം വരും. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.